വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരു സ്ത്രീക്ക് തല മുതൽ പാദം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള 30 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. 30 പ്രഗ്നൻസി ലക്ഷണമൊന്നുമല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ കൂടുതൽ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒരു സ്ത്രീക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. ചിലതൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷത്തിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നതും മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയുന്ന തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും തന്നെ പല സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ 30 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നെഗ്ലക്ട് ചെയ്ത് കളയുന്ന പലതും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളായിരിക്കും. ഈ ലക്ഷണങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പീരിയഡ്സ് ലേറ്റ് ആവുന്ന സമയത്ത് PCOD, തൈറോയിഡോ, ഇറഗുലർ പീരിയഡ്സ് ഒക്കെ ഉള്ള ആളുകൾ ഇൻ കേസ് പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒക്കെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ കേട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ബോഡി നന്നായിട്ട് ശ്രദ്ധിക്കുക. ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് നമ്മളുടെ നിപ്പിളിന് ചുറ്റും സ്മോൾ ബംസ് പോലെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് രോമാഞ്ചമൊക്കെ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ആ രോമത്തിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ സ്കിന്നിൽ ചെറിയ ബംസ് പോലെ ഫീൽ ചെയ്യാറില്ലേ? കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇത് നിങ്ങളുടെ നിപ്പിളിന് ചുറ്റും ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പൊതുവെ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടോ മറ്റു പല ലക്ഷണങ്ങളോ ആയിട്ടോ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയുടേതാണെന്ന് നിങ്ങൾക്കൊരു 99% വരെ ഈ ഒരു ലക്ഷണം വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ റീസൺ എന്താണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾക്കുണ്ടാവുന്നത് ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം വരിക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീര താപനില നന്നായിട്ട് കൂടിയതുപോലെ അനുഭവപ്പെടുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടെമ്പറേച്ചർ ഹൈക്ക് നിങ്ങൾക്ക് ഉണ്ടാകാം. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ ദിവസം നിങ്ങൾക്കൊരു ഡിപ്പ് ഉണ്ടാവുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഹൈക്ക് സ്റ്റേബിൾ ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല ഡിഗ്രിയിൽ തന്നെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഹൈക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടാണ് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇനി ആ ഒരു ഹൈക്ക് നിങ്ങൾക്ക് ബോഡിയിൽ വന്നിട്ട് ഒരു 5 days ആയിട്ട് പീരിയഡ്സ് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ ടെമ്പറേച്ചർ ഡൗൺ ആകാതെ തന്നെ മുമ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആകാനാണ് കേട്ടോ ചാൻസ് കൂടുതൽ. മൂന്നാമതായിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റിൽ ഇൻക്രീസ് ഉണ്ടാവുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ ബോഡിയുടെ ഒരു 50 to 80% വരെയൊക്കെ ഇൻക്രീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹാർട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകാം. നിങ്ങൾ ഇരിക്കുന്ന സമയത്താണെങ്കിൽ കൂടുതൽ ഹൃദയമിടിപ്പ് വരുന്നത് പോലെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ സ്റ്റൊമക്കിന്റെ ഭാഗത്ത് പൾസേഷൻ പോലെ ഫീൽ ചെയ്യുക, അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകാം കേട്ടോ. പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടും നിങ്ങൾക്ക് ആ ഹാർട്ടിന്റെ ബീറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതനുസരിച്ച് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യരുത്. ഡോക്ടറെ കണ്ടിട്ട് ECG എടുക്കണം. അതുപോലെ ഒരുപാട് നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഡോക്ടറോട് ഒന്ന് പറഞ്ഞിട്ട് ECG ഒക്കെ നോർമൽ ആണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നാലാമതായിട്ടുണ്ടാവുന്നതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഒരു 30% സ്ത്രീകൾക്കായിരുന്നു പണ്ടത്തെ സിറ്റുവേഷനിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടായത്. ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസത്തിൽ എംബ്രിയോ വന്ന് അറ്റാച്ച് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് എംബ്രിയോ അവിടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ എംബഡഡ് ആവാനായിട്ട് തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇംപ്ലാന്റേഷന്റെ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ആയിട്ട് അനുഭവപ്പെടുന്നത്. പീരിയഡ്സിനെ വെച്ചിട്ട് നമ്മൾ ഇത് ഇംപ്ലാന്റേഷന്റെ തന്നെയാണെന്ന് പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കുന്നത് അതിലുണ്ടാകുന്ന പോകുന്ന രക്തത്തിന്റെ അളവ് വെച്ചിട്ടാണ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഒരിക്കലും ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലോയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പോകുന്ന ബ്ലഡ് ഒരിക്കലും ഫൗൾ സ്മെല്ലോട് കൂടിയിട്ടുള്ളത്, അതായത് പീരിയഡ്സിന്റെ സമയത്ത് നമുക്ക് പോകുന്ന ബ്ലഡിന് ചെറിയൊരു മണം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ പീരിയഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് ക്ലോട്ട്സ്, കുഞ്ഞു കുഞ്ഞു ക്ലോട്ട്സ് ആയിട്ടെങ്കിലും ശരീരത്തിൽ ഉണ്ടാകും. അതൊന്നും നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിന്റെ സമയത്ത് ഉണ്ടാകില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മാറ്റത്തെ തിരിച്ചറിയുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഡേറ്റ് മിസ് ആകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. പോസിറ്റീവ് കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നെഗറ്റീവ് ആണ്, അപ്പോഴും നിങ്ങൾക്ക് പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ബ്ലഡ് ശരീരത്തിൽ കുറവുണ്ടോ, മറ്റുള്ള ഹോർമോണൽ ഇഷ്യൂസ് എന്തെങ്കിലും ബോഡിയിലുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ.
അഞ്ചാമത്തെ ലക്ഷണമാണ് ബ്രസ്റ്റ് പെയിൻഫുൾ ആയിട്ട് ഉണ്ടാകുന്നത്. നമ്മൾ ഡ്രസ്സ് ഊരി മാറ്റുന്ന സമയത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്ത് കമിഴ്ന്ന് കിടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സെൻസിറ്റിവിറ്റി, ഭയങ്കര വേദന നമുക്ക് ബ്രസ്റ്റിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റിലുള്ള ഗ്ലാൻസ് ഒക്കെ പ്രിപ്പയർ ആവാനായിട്ട് തുടങ്ങുന്നത് കൊണ്ട് ബ്രസ്റ്റിന്റെ സൈസിൽ എൻലാർജ്മെന്റ് ഉണ്ടാകാം, അതിന്റെ പെർഫോമൻസ് നന്നായിട്ട് വർദ്ധിക്കും, അതിൽ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള രീതിക്കുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ലക്ഷണവും ബ്രസ്റ്റിൽ തന്നെ ഉണ്ടാകുന്നതാണ്, അതാണ് വിസിബിൾ വെയിൻസ് എന്ന് പറയുന്നത്. ബ്രസ്റ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ബ്രസ്റ്റിന് ചുറ്റും വെയിൻസ് നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് വന്ന് കണ്ടുകൊണ്ടിരിക്കുക. ബ്രസ്റ്റിന്റെ ഭാഗത്തും വജേനയുടെ ഭാഗത്തും ചിലർക്ക് കൈഞ്ഞരമ്പിന്റെ ഭാഗത്തും ഈ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എൻലാർജ് ആയിട്ടിരിക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു വെയിൻസ് കാണാനായിട്ട് സാധിക്കുന്നത്. രക്തയോട്ടം നന്നായിട്ട് കൂടുന്നത് കൊണ്ട് വെയിൻസ് എൻലാർജ് ആവാനായിട്ട് തുടങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ വെയിൻസ് നല്ല രീതിയിൽ വിസിബിൾ ആകുന്നത് കേട്ടോ. അടുത്ത ലക്ഷണമാണ് ഫ്രീക്വന്റ് യൂറിനേഷൻ എന്ന് പറയുന്നത്. കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ബോഡിയെ നറീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ലെവലിൽ വാട്ടർ റിക്വയർമെന്റ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഫ്രീക്വന്റ് യൂറിനേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാകാം. യൂറിനേഷൻ നന്നായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വെള്ളം കുടിക്കുന്നതിന്റെ അളവ് നിങ്ങൾ കുറയ്ക്കരുത്. മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് സൺസെറ്റിന് മുൻപ് കുടിച്ചു തീർക്കാനായിട്ടും ശ്രദ്ധിക്കണേ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ടയർഡ്നെസ് ആണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഒന്നും ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവാതെ വരിക, ഏത് നേരം കിടക്കാനായിട്ട് തോന്നുന്ന കണ്ടീഷനും ബ്രസ്റ്റിൽ നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത് കൊണ്ട് അനുഭവപ്പെടുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. പ്രൊജസ്ട്രോണിന്റെ ഒരു മെഡിസിൻ എടുക്കുന്നവർക്ക് ഇത് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളിത് പ്രഗ്നൻസിയുടെ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നത്. പ്രൊജസ്ട്രോൺ നിർത്തിയിട്ടും വീണ്ടും ഈ ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ തന്നെയാകാം. അങ്ങനെയുള്ള ലക്ഷണം കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് സ്മെല്ലിന്റെ സെൻസേഷൻ ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. നമുക്ക് ഘ്രാണശക്തി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും പ്രഗ്നന്റ് ആകുന്ന സമയത്ത്. ഹോർമോൺ ഹൈക്കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലും നമ്മുടെ മൂക്കിലോട്ട് നന്നായിട്ട് സ്മെല്ല് തുളച്ച് കയറുക, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേയുടെ, എയർ കണ്ടീഷണർ, റൂം ഫ്രഷ്നർ, മസാലകൾ, ഇതിന്റെയൊക്കെ മണം നിങ്ങൾക്ക് ഇഷ്ടമാകാത്ത കണ്ടീഷൻസും ഈ ഒരു സമയത്ത് ഉണ്ടാകാം കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് ഫുഡ് ക്രേവിങ്സ് എന്ന് പറയുന്നത്. ഫുഡ് ക്രേവിങ്സ് ഉണ്ടാകാം, അതോടൊപ്പം അടുത്തൊരു ലക്ഷണമായിട്ടുള്ള ഫുഡ് അവേർഷനും നിങ്ങൾക്ക് സംഭവിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാകാതിരുന്ന പല ഫുഡ് ഐറ്റംസിനോടും ഇഷ്ടം കൂടുകയും ഇഷ്ടമായിരുന്ന പല ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതാവുകയും ചെയ്യുന്നു. എസ്പെഷ്യലി ഇങ്ങനെ നമുക്ക് സംഭവിക്കുന്നത് ഓവർ മസാലയൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ മസാലയൊക്കെ കൂടുതലായിട്ട് ഇട്ടിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഇല്ലേ, എസ്പെഷ്യലി നോൺ വെജ്, ഈ ഐറ്റംസിനോടായിരിക്കും പലർക്കും ഇഷ്ടക്കുറവ് ആ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. കാരണം ഒരുപാട് മണം മൂക്കിലോട്ട് വരുന്നത്, മീൻ വറുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മണം വരുന്നത്, ഇതൊന്നും നമുക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചില ആളുകൾക്ക് നേരെ സ്വിച്ച് ചെയ്തിട്ട് വെജിറ്റേറിയനിലോട്ട് ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവേർഷനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റോ ക്രേവിങ്സോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസിനോട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് മെറ്റാലിക് ടേസ്റ്റ് നമുക്ക് വായിൽ വരുന്നത്. നമ്മൾ സ്പൂൺ എടുത്ത് കടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം വായിൽ വെച്ച് കടിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് നാവിലൊരു സെൻസേഷൻ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും പ്രഗ്നൻസി പോസിറ്റീവിന്റെ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. 13ാമത്തെ ഒരു ലക്ഷണമാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് വയറ് ഏത് സമയത്തും നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുക. എസ്പെഷ്യലി അപ്പർ ബോഡിയുടെ അപ്പർ അബ്ഡമന്റെ ഭാഗത്ത് നിങ്ങൾക്ക് വയറ് നന്നായിട്ട് വലുതായി വരുന്നത് പോലുള്ള കണ്ടീഷൻസ് തോന്നുക. വയറൊന്ന് നെക്കി നോക്കിയാലും ഭയങ്കര കല്ലപ്പ് പോലെ അല്ലെങ്കിൽ കട്ടി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതും ഈ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ. പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാലും വയറ് നിറയുന്നത് പോലെ നിങ്ങൾക്ക് സംഭവിക്കാം. ഡൈജഷൻ കുറയുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. അടുത്ത കണ്ടീഷനാണ് കോൺസ്റ്റിപ്പേഷൻ. അതായത് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക. പോകുന്നുണ്ടെങ്കിൽ തന്നെ കട്ടിയായിട്ട് ഉണ്ട പോലെ കളർ ചേഞ്ചോട് കൂടിയിട്ട് നിങ്ങൾക്ക് മോഷൻ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാരുകൾ അടങ്ങിയിട്ടുള്ളതും നട്ട്സ് കാറ്റഗറിയിൽ പെടുന്ന ഫുഡ് ഐറ്റംസും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ മാറിയിട്ട് നന്നായിട്ട് മോഷൻ പോയിക്കോളും. അല്ലെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പൈൽസ് പോലുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് എക്സസ് അലൈവ എന്ന് പറയുന്നത്. വായിൽ ഉമിനീര് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ. നമ്മളിപ്പോൾ വർത്താനം പറയുന്ന സമയത്ത് നോർമൽ ഇരിക്കുന്ന സമയത്ത് വായിൽ ഉമിനീര് ഉണ്ടാവുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ അത് വിഴുങ്ങി പോകുന്ന കണ്ടീഷൻസും ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് എക്സസ് ആയിട്ട് സലൈവ വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ നമ്മൾ തുപ്പിക്കളയുന്ന കണ്ടീഷൻസ് വരുന്നു. ഇതും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് ഹാർട്ട് ബേണും അതുപോലെ ഇൻഡൈജഷൻ എന്ന് പറയുന്നത്. ദഹനക്കേട് ഉണ്ടാവുക, ശരീരത്തിൽ നെഞ്ചെരിയുന്നത് പോലെ, നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഭയങ്കര അസ്വസ്ഥതകൾ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അടുത്ത ലക്ഷണമാണ് നമ്മുടെ വിശപ്പ് നന്നായിട്ട് കൂടുക. ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അരമണിക്കൂറിന് മുമ്പ് തന്നെ വീണ്ടും വിശക്കുന്നത് പോലെ അനുഭവപ്പെടുക. ശരിക്കും ഇത് നമുക്ക് വരുന്നത് വിശപ്പല്ല, ഗ്യാസ് കയറുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. ഓരോ മണിക്കൂർ ഇടവിട്ട് എപ്പോഴും ഹെൽത്തി ഫുഡുകൾ തന്നെ പിക്ക് ചെയ്തിട്ടെടുത്ത് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത കണ്ടീഷനാണ് മുഖക്കുരു ഉണ്ടാവുന്നത്. നമുക്ക് ചില ആളുകൾക്ക് മുഖത്തിന്റെ ഭാഗത്ത്, ചില ആൾക്ക് നെഞ്ചിന്റെ ഭാഗത്ത്, ചില ആൾക്ക് ബാക്കിന്റെ, ചിലർക്ക് സ്റ്റൊമക്കിന്റെ ഭാഗത്തൊക്കെ കുരുക്കൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഹോർമോൺ വേരിയേഷൻസ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ സമയത്ത് ഉണ്ടാകുന്ന ആക്നെയും അതുപോലെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ പ്രഗ്നൻസി കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് മാറാനായിട്ട് ചാൻസ് ഉണ്ട്.
അടുത്തൊരു ലക്ഷണമാണ് പ്രഗ്നൻസി ഗ്ലോ എന്ന് പറയുന്നത്. പോസിറ്റീവ് ആകുന്ന സമയം മുതൽ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം നന്നായിട്ട് കൂടുന്നത് കൊണ്ട് ബോഡി ഏകദേശം നമുക്ക് ക്ലിയർ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇംപ്ലാന്റേഷൻ സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് കൊണ്ടും ജങ്കും ഫാസ്റ്റ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടും പ്രിനേറ്റൽ സപ്ലിമെന്റ്സ് എടുക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഫേസിൽ നല്ല ഗ്ലോ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്നത്. നമുക്ക് ശ്വാസ തടസ്സം നന്നായിട്ട് അനുഭവപ്പെടുക, കുറച്ചു നേരം ഒന്നും നടക്കുന്ന സമയത്ത് തന്നെ ഒട്ടും പറ്റാതായി പോവുക, ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യുക, സ്റ്റെപ്പ് കയറുന്ന സമയത്താണെങ്കിലും ഭയങ്കര കിതപ്പ് അനുഭവപ്പെടുക, ഇങ്ങനെ ഒരു കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. ഈ സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വണ്ണം കൂടുന്ന സിറ്റുവേഷനിൽ നമുക്കുണ്ടാകും. അങ്ങനെയുള്ള സമയത്ത് ബോഡിക്ക് വേണ്ട റെസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കുക. ഒരുപാട് ബക്കറ്റിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടോ തുണികൾ വെച്ചിട്ടോ നടക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അടുത്ത കണ്ടീഷനാണ് നമ്മുടെ മൂക്കിൽ നിന്ന് രക്തം വരിക. ചെറുതായിട്ടുള്ള രീതിക്ക് നമുക്ക് മൂക്കിൽ നിന്ന് പലർക്കും പോസിറ്റീവ് ആകുമ്പോൾ ബ്ലഡ് വരാറുണ്ട്. നമ്മുടെ ആ ഒരു നേസൽ മെംബ്രെയിനൊക്കെ ചെറിയ മൂക്കിലുണ്ടാകുന്ന ചെറിയ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്ന ആ പോർഷനിലൊക്കെ നന്നായിട്ട് വലുതാവാനായിട്ട് തുടങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. 22ാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് നമുക്ക് രാത്രി സമയത്ത് കൂടുതലായിട്ടും ചൂടുണ്ടാകുന്നത്. സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ അത്യാവശ്യം AC ഒക്കെ ഇട്ട് ഒരു തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ വീണ്ടും നമുക്ക് ശരീരം ചൂടാകുന്നത് പോലെയുള്ള ഒരു കണ്ടീഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഹോട്ട് ഫ്ലാഷസ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അടുത്ത 23ാമത്തെ ലക്ഷണമാണ് നമ്മുടെ സ്കിന്നിൽ ഇച്ചിങ് ഉണ്ടാവുക. നമ്മുടെ കൈയുടെ ഭാഗം, കാൽമുട്ടിന്റെ താഴെയുള്ള ഭാഗത്ത്, വയറിന്റെ ഭാഗത്ത്, ബ്രസ്റ്റിന്റെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാം. സ്കിൻ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നത് കൊണ്ടാണ് ബ്രസ്റ്റിന്റെയും സ്റ്റൊമക്കിന്റെയും ഭാഗത്ത് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോഴേക്കും പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലോ മോയ്സ്ചറൈസറോ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സ്കിന്നിന്റെ എക്സ്പാൻഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അടുത്തത് മെജോറിറ്റി സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ബാക്ക് പെയിൻ. ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ മുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും കീഴ്പോട്ടേക്കും സൈഡിലോട്ടുള്ള പോർഷനിലും പ്രഷർ കൊടുക്കാറുണ്ട്. ഇതുകൊണ്ടാണ് ഈ ഒരു ബാക്ക് പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഓൾറെഡി ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ്, സയാറ്റിക്കയുടെ കംപ്ലൈന്റ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഭയങ്കര വേഴ്സ് ആയിട്ട് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളപ്പോൾ ചെയ്യേണ്ട കാര്യം ഓൾറെഡി ഈ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കെയർ എടുക്കാനായിട്ട് നോക്കുക. കാൽസ്യത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. 25ാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, നമ്മൾ കരയുക, ഇങ്ങനെയുള്ള കണ്ടീഷൻ പലർക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുള്ളത് മാക്സിമം ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഫാമിലി ലൈഫിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ആ മൂഡ് സ്വിങ്സ് പലർക്കും ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ആ ഒരു കംപ്ലൈന്റ് മാറി നിങ്ങൾ ബാക്ക് ടു നോർമൽ ആവുകയും ചെയ്യും കേട്ടോ. ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ആൻസൈറ്റി ഉണ്ടാവുക, പ്രഗ്നൻസി ഹെൽത്തി ആണോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം കേട്ടോ. 26ാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് ബേബി ബ്രെയിൻ എന്ന് പറയുന്നത്. ബേബി ബ്രെയിൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഇപ്പോൾ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും തട്ടി വീണിട്ട് നമ്മൾ കുഞ്ഞുങ്ങളൊന്ന് എടുത്തുകൊണ്ട് പോയി അങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ആ ഒരു കണ്ടീഷൻ മറന്നു പോയിട്ടുണ്ടാകും. ഇതേ രീതിക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പലർക്കും ഉണ്ടാകാം. ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലോട്ട് എന്തെങ്കിലും എടുക്കാനായിട്ട് വരുമായിരിക്കും. പക്ഷെ എന്താ എടുക്കാനായിട്ട് വന്നതെന്ന് നമ്മൾ ആ റൂമിലോട്ട് എത്തുമ്പോഴേക്കും മറന്നു പോകും. ചില ആളുകൾ ഫ്രിഡ്ജ് തുറന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാകും എന്താ ഞാൻ എടുക്കാൻ നിന്നതെന്ന്. അങ്ങനെയുള്ള രീതിക്കൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഒരു ബേബി ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ ഡെലിവറിയോട് അടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറിപ്പോയിക്കോളും. അതാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. 27ാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് നമ്മുടെ ലിബിഡോയിൽ ഇൻക്രീസ് വരിക. ചില ആളുകൾക്ക് സഡൻ ഇൻക്രീസ് ആയിരിക്കും, ചില ആളുകൾക്ക് സഡൻ ഡിക്രീസ്. ലിബിഡോ ഇൻക്രീസ് എന്ന് പറയുന്നത് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ ഒന്നുകൂടി നന്നായിട്ട് കൂടുക. ഓവുലേഷൻ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് നോർമലി സ്ത്രീകൾക്ക് ആ ഒരു അട്രാക്ഷനും ഇൻട്രസ്റ്റ് ഒക്കെ കൂടുന്നത്. പക്ഷേ പോസിറ്റീവ് ആകുന്ന സമയത്തും ചില ആളുകൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാം. മറ്റു ചില ആളുകൾക്ക് ഹസ്ബൻഡ് അടുത്ത് വരുന്നത് പോലും ഇഷ്ടമല്ലാത്ത രീതിക്ക് ഹസ്ബൻഡിനെ 9 മാസം അകറ്റി നിർത്തിയിട്ടുള്ള സ്ത്രീകളും ഉണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് മാറ്റം ബോഡിയിൽ ഉണ്ടാകാം. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഹോർമോൺ ഇഷ്യൂ ഒക്കെ സ്റ്റേബിൾ ആവുന്ന സമയത്ത് മാറിപ്പോകും കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് തലകറക്കം എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് ഒരു ഡിസിനസ് പോലെ നമ്മളിപ്പോൾ വീഴാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ വീഴും എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാവുക. ഇത് പലപ്പോഴും പലർക്കും ഉണ്ടാവാറുണ്ട്. ഈ സമയത്ത് നമ്മൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. ഒരു സ്ഥലത്ത് കസേരയിലൊന്നും ഇരിക്കാതെ സോഫയിലോട്ടോ അല്ലെങ്കിൽ ബെഡിന്റെ നടുക്കോ നിങ്ങൾ കയറി ഇരിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ നിലത്ത് തന്നെ ഇരിക്കാനായിട്ട് നോക്കുക. അതിൽ നിന്നുകൊണ്ട് നമ്മൾ പണിയെടുക്കാൻ നിന്നതിന് ചിലപ്പോൾ തല ഇറങ്ങി വീഴാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രൊജസ്ട്രോണിന്റെ ഹൈക്ക് ബോഡിയിൽ വരുമ്പോഴാണ് ഈ ഒരു ലക്ഷണവും നമുക്ക് ഉണ്ടാവുന്നത്.
അടുത്തൊരു കണ്ടീഷനാണ് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഹെഡേക്ക് നോർമലി പലർക്കും നമ്മുടെ തലയിലൂടെ ഭാഗത്തോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വന്നു പോകുന്നത്. നോർമലി ഉണ്ടാകുന്നതാണ്. ഈ കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പെയിൻ കില്ലേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യരുത്. ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് റിലാക്സ് ആയിട്ട് കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പെയിൻ കില്ലേഴ്സ് ഒന്നും കൂടുതലായിട്ട് എടുക്കരുത്. ബോഡിക്ക് നല്ലതല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ജോലിക്ക് പോകുന്നവരൊക്കെയാണ് ഒരുപാട് നമുക്ക് തലവേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പാരസെറ്റാമോൾ എടുക്കാവുന്നതാണ്. അതും ഡോക്ടറോട് ചോദിച്ചോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് ലാസ്റ്റത്തെ പ്രഗ്നൻസി ലക്ഷണം 30ാമത്തെ പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് മിസ്ഡ് പീരീഡ് ആണ്. ഈ എല്ലാ കണ്ടീഷൻസും നമുക്ക് ഉണ്ടായി റെഗുലർ ആയിട്ട് പീരിയഡ്സ് വരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് പീരിയഡ്സ് സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ 30 ലക്ഷണങ്ങളിൽ മെജോറിറ്റി ലക്ഷണങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എപ്പോഴും PCOD ഉള്ളവർക്കും ഇറഗുലർ പീരിയഡ്സ് ഉള്ളവർക്കും എല്ലാ മാസവും പീരിയഡ്സ് വരണമെന്നോ അല്ലെങ്കിൽ എല്ലാ തവണയും ഡേറ്റ് മിസ്സായി പോകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പീരിയഡ്സ് ആവാനോ വേണ്ടി ആയിക്കൊള്ളണമെന്നില്ല. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കണ്ടീഷന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും പീരിയഡ്സ് നീണ്ടുപോയി കഴിഞ്ഞാൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്കൗട്ട്സ് ചെയ്യുകയോ ഓൾറെഡി ഡോക്ടർ തന്നിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് മേടിച്ച് കഴിക്കുകയോ ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കെയർ ബോഡിക്ക് കൊടുക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.